രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞാനുണ്ടല്ലോ ഈ ഡയാന്തസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിറയെ പൂവുണ്ടായിട്ടോ. ഒരു ചെടിയിൽ പൂക്കളൊക്കെ ഞാൻ കഴിഞ്ഞപ്പോൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞതാണ്. ഇനി ഇതിൽ അടുത്ത് തന്നെ വേറെയും ഉണ്ടായി വരും. ഇതോ വെള്ളയിൽ കണ്ടോ, നിറയെ മൊട്ടായി. വെട്ടിക്കളഞ്ഞതിന് ശേഷം വെള്ളയിൽ നിറയെ മൊട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പം നമ്മൾ കാണുമ്പോൾ എല്ലാം പിങ്കായിട്ടല്ലേ തോന്നുന്നു, പക്ഷേ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. പിങ്ക് 3 തരം പിങ്ക് ഉണ്ട്, 3-4 തരം പിങ്ക് ഉണ്ട്. അത് കാണിച്ചു തരാം. പിന്നെ നല്ല നമുക്ക് ഈ ചെടികൾ വളർത്താനൊക്കെ എളുപ്പമാണ് കേട്ടോ. വലിയ പരിചരണവും കാര്യമൊന്നുമില്ല. കുറേശ്ശെ വെള്ളം 2 നേരം തളിച്ച് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഉണ്ടാവും. നല്ല ഭംഗിയായി ഇത് കാണാൻ. അടുത്തടുത്ത് ഇപ്പോൾ നല്ല വെയിലത്താണ് ഞാൻ ഈ ചെടികൾ വെച്ചിട്ടുള്ളതേ. കണ്ടോ, ഒരു വാട്ടമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൂക്കളിലേക്ക് നോക്കൂ, ഇതൊരു പിങ്കാണ് കണ്ടോ. ഇതും പിങ്കാണ്, പക്ഷേ ഇതിൻ്റെ അരികിൽ കണ്ടോ ഗിൽറ്റ് പോലൊരു വെള്ള. ഇതിന് വെള്ളയുണ്ട്, പക്ഷേ നടുക്ക് ആ ചുമപ്പ് ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്നില്ല. പിന്നെ ഇത് നല്ല ചുമപ്പ് ഒരു ഇതുണ്ട്. അത് തന്നെ പിങ്കിൽ നല്ല ബോർഡറും അരികും തൊങ്ങലും ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട്. അങ്ങനെ പലതരം പിന്നെ ഈ ഡയാന്തസ് ചെടികൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ വ്യത്യസ്തമായ 4 ചെടികളുടെ ഒരു കോംബോ ആയിട്ടാണ് ഞാനിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത്. അതായത് നമുക്ക് കളർ സെലക്ട് ചെയ്തിട്ട് ഇന്നത് തരാമെന്നൊന്നും ഞാൻ പറയില്ല, ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിലോ. പക്ഷേ വ്യത്യസ്തമായ 4 കളർ ചെടികൾ. ഇതാണ് സൈസ്, കണ്ടില്ലേ, നല്ല തിക്കാണ്, പൂക്കളോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ നല്ല താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാത്തിലും മൊട്ടും പൂക്കളും ഒക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി നട്ട് കഴിഞ്ഞിട്ട് പൂക്കളൊക്കെ കഴിയുമ്പോൾ ഇതിലൊരു പുല്ലുണ്ട്, അത് ഞാൻ തരില്ല, അത് പറിച്ച് കളയാം. പിന്നെ എന്താ അറിയുമോ, ഈ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതെല്ലാം വെട്ടണം. പൂവിൻ്റെ ഭാഗം നന്നായി പ്രൂൺ ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടെ ഒരു കമ്പോസ്റ്റ് ശകലം മതി, ഒരു സ്പൂണൊക്കെ മതി. അതിൻ്റെ ചോടിളക്കിയിട്ടൊന്ന് ഇച്ചിരി കമ്പോസ്റ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് നനച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് ഇതിൽ പുതിയ പൂക്കളും മുട്ടുമൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ചെടികൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. 4 ചെടിയുടെ കോംബോ വെറും 200 രൂപയാണ് കേട്ടോ ആവുന്നുള്ളൂ.